6 വർഷം മുമ്പ് മലയാളികൾ കേട്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തകളിലൊന്നായിരുന്നു വയലിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും അപ്രതീക്ഷിതമായ മരണം. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു ബാലഭാസ്കർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നത്. മകൾ സംഭവസ്ഥലത്തും ബാലഭാസ്കർ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചതും. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഭർത്താവിന്റെയും മകളുടെയും ജീവനെടുത്ത വാഹന അപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടും ലക്ഷ്മി ഇക്കാലം വരെയും ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുകയാണ് ലക്ഷ്മി. എന്നാൽ ലക്ഷ്മി ആദ്യമായി അഭിമുഖം നൽകുന്നുവെന്നറിഞ്ഞ് കലാഭവൻ സോബിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറെ വൈറലാവുന്നത്. ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണെന്നാണ് സോബിൻ ക്രൈം സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമായി പറയുന്നത്. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പുതിയ അഭിമുഖത്തിൽ സോബിൻ ഉയർത്തിയിരുന്നു. സ്റ്റീഫൻ കാണാൻ കയറും മുമ്പ് ബാലുവിന്റെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള ലക്ഷണങ്ങൾ കണ്ടിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞതായും സോബി വെളിപ്പെടുത്തുകയുണ്ടായി. ലക്ഷ്മി വാ തുറന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ലക്ഷ്മി സംസാരിക്കണമെന്ന് 6 വർഷമായി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്മി പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അത് കേട്ടിട്ട് 1 മണിക്കൂറിന് ശേഷം ഞാനൊരു പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമെന്നാണ് സോബി പറഞ്ഞിരുന്നത്. കൊല്ലത്ത് നിന്നും ജ്യൂസ് കുടിച്ച ശേഷം ഉറങ്ങിയെന്നും ഒന്നും ഓർമ്മയില്ലെന്നുമായിരുന്നു ലക്ഷ്മി CBIക്ക് നൽകിയിരുന്ന മൊഴി. ഇനി അതിനെ ഖണ്ഡിച്ച് ലക്ഷ്മി എന്ത് സംസാരിക്കുമെന്നാണ് പ്രധാനമായും അറിയേണ്ടത്. കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞതാണിത്, കാലം തെളിയിക്കുമെന്നും ലക്ഷ്മി സംസാരിക്കട്ടെ എന്നുമാണ് സോബിൻ പറഞ്ഞത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരായിരിക്കും ലക്ഷ്മിക്ക് പിറകിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നുകിൽ ലക്ഷ്മി എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി ആരെയെങ്കിലും ഭയക്കുന്നുണ്ടാകാം എന്നാണ് സോബി വെളിപ്പെടുത്തുന്നത്. ക്രിട്ടിക്കൽ ICUവിൽ കഴിയുന്ന ബാലഭാസ്കറിനെ കയറിക്കണ്ട് 43 മിനിറ്റ് സ്റ്റീഫൻ ദേവസി സംസാരിച്ചതിനെക്കുറിച്ചും CBI ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ക്രിട്ടിക്കൽ ICUവിൽ കയറാൻ സ്റ്റീഫൻ ദേവസിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തതെന്നുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അന്വേഷണം ഇതുവരെ വന്നിട്ടുമില്ല. ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുന്ന ഒരാളോട് 43 മിനിറ്റ് സംസാരിക്കാൻ എങ്ങനെ അനുവാദം ലഭിച്ചു എന്ന ചോദ്യം ബാക്കിയാണ്. ബാലുവിന്റെ അച്ഛൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നുവെന്നും സോബി പറയുകയുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബാലു 3 സ്പൂൺ കഞ്ഞി കുടിച്ചുവെന്നും ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ പോസിറ്റീവ് റിസൾട്ടാണ്. ബാലുവിന് ടെൻഷൻ നൽകുന്നത് പ്രവർത്തിക്കാതിരുന്നാൽ ആളെ പതിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ICUവിലേക്ക് മാറ്റാമെന്നും പറഞ്ഞിരുന്നു. ബാലുവിന്റെ അച്ഛനൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് സ്റ്റീഫൻ വന്ന് ബാലുവിനെ പ്രധാനമായും കണ്ടിരുന്നത്. വൈകാതെ തന്നെ ബാലു മരിക്കുകയായിരുന്നു. 43 മിനിറ്റ് ക്രിട്ടിക്കൽ ICUവിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നായിരുന്നു സ്റ്റീഫൻ നൽകിയ മറുപടി. അതിനൊന്നും പറയാൻ മറുപടി ഇല്ലെന്നാണ് പരിഹസിച്ചുകൊണ്ട് സോബി പറഞ്ഞിരുന്നത്. ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിലാണ് സ്റ്റീഫൻ ദേവസ്യം ഉൾപ്പെടുന്നത്. ബാലഭാസ്കറിന്റെ മരണശേഷം സത്യം തെളിയണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടവരിൽ ഒരാൾ കൂടിയാണ് കലാഭവൻ സോബി.